അങ്ങനെ ഇന്ത്യൻ ഭരണഘടന ഉണ്ടാകുന്ന സമയത്ത് 246 അനുച്ഛേദ പ്രകാരം ഭരണഘടന 7ാം പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന 3 ലിസ്റ്റുകൾ, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, ഈ 3 ലിസ്റ്റുകൾ 97 എൻട്രീസ് ഉള്ള യൂണിയൻ ലിസ്റ്റും 66 എൻട്രീസ് ഉള്ള സംസ്ഥാന ലിസ്റ്റും 47 എൻട്രീസ് ഉള്ള സംയുക്ത ലിസ്റ്റ് അല്ലെങ്കിൽ സമവർത്തി ലിസ്റ്റിലും ഉൾപ്പെട്ടിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് നിയമം നിർമ്മിക്കാനുള്ള അധികാരത്തെ സംബന്ധിച്ചാണ് 246 അനുച്ഛേദം പറയുന്നത്. അതുപ്രകാരം യൂണിയൻ ലിസ്റ്റിലുള്ള മുഴുവൻ വിഷയങ്ങളെ സംബന്ധിച്ചും നിയമം നിർമ്മിക്കാനുള്ള പരമമായ അധികാരം യൂണിയൻ പാർലമെന്റിനാണ്. സ്റ്റേറ്റിനെ സംബന്ധിച്ചുള്ള സ്റ്റേറ്റ് ലിസ്റ്റിലെ വിഷയങ്ങളെ സംബന്ധിച്ച് നിയമം നിർമ്മിക്കാനുള്ള അധികാരം സംസ്ഥാന നിയമസഭകൾക്കാണ്. കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ച് 2 വോട്ടുകൾക്ക് നിയമം നിർമ്മിക്കാം. കൺകറന്റ് ലിസ്റ്റിൽ കാര്യമായ നികുതി സബ്ജക്റ്റ് ഒന്നുമില്ല, 3 ചെറിയ സാധനങ്ങളെ ഉള്ളൂ. അപ്പൊ ഈ 2 ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള നിയമങ്ങളെ വിഷയങ്ങളെ സംബന്ധിച്ച് നിയമം നിർമ്മിക്കാനുള്ളതാണ്. അത് ടാക്സ് അടക്കം. ഭരണഘടന നിലവിൽ വരുമ്പോൾ 4 ടാക്സുകളുണ്ട്. ഒന്ന്, കേന്ദ്രം നിയമം നിർമ്മിച്ച് കേന്ദ്രം പിരിച്ച് കേന്ദ്രം തന്നെ അനുഭവിക്കുന്ന അല്ലെങ്കിൽ യൂണിയൻ തന്നെ അനുഭവിക്കുന്ന നികുതികൾ. 2, സംസ്ഥാനങ്ങൾ നിയമം നിർമ്മിച്ച് സംസ്ഥാനങ്ങൾ തന്നെ പിരിച്ച് സംസ്ഥാനങ്ങൾ തന്നെ അനുഭവിക്കുന്ന വേറെ കുറെ നികുതികൾ. 3, കേന്ദ്രം നിയമം നിർമ്മിച്ച് പിരിച്ചെടുത്ത് സംസ്ഥാനങ്ങൾ അനുഭവിക്കുന്നത്. 4, കേന്ദ്രം നിയമം നിർമ്മിച്ച് സംസ്ഥാനം പിരിച്ചെടുത്ത് അനുഭവിക്കുന്നത്. ഇങ്ങനെ 4 തരം നികുതികൾ ഉണ്ടായിരുന്ന വലിയ വിശാലമായ സാധനമാണ്. ഇത് 1950 മുതൽ 1980 വരെ തുടർന്നു ഈ രീതി. 1980 ആയപ്പോൾ വലിയ ബഹളങ്ങളുണ്ടായി. വലിയ ബോയൻസിയുള്ള, ഇലാസ്റ്റിസിറ്റിയുള്ള, വളരെ വളർച്ചാ സാധ്യതയുള്ള നികുതികൾ നോക്കുമ്പോൾ സംസ്ഥാനങ്ങൾക്ക് ആകെപ്പാടത്തെ നികുതിയുള്ളൂ. അത് വിൽപ്പന നികുതി. മറ്റുള്ള നികുതികൾ ഒന്നും തന്നെ ഇലാസ്റ്റിസിറ്റി ഇല്ല, വളർച്ചയില്ല. മോട്ടോർ വെഹിക്കിൾസ് ടാക്സ്, ലാൻഡ് രജിസ്ട്രേഷൻ ടാക്സ്, ലാൻഡ് ടാക്സ്, ഇതിനൊന്നും വളർച്ചയില്ല. അതേസമയം കേന്ദ്രത്തിന്റെ കൈവശം അല്ലെങ്കിൽ യൂണിയന്റെ കൈവശം ഉണ്ടാകുന്ന പേഴ്സണൽ ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ്, എക്സൈസ് ഡ്യൂട്ടീസ്, കസ്റ്റംസ്, ഈ 4 പ്രധാനപ്പെട്ട നികുതികളിൽ വലിയ തോതിലുള്ള വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയിരുന്നു. അപ്പോ ഭരണഘടനയിൽ ഒരു ഫൈനാൻസ് കമ്മീഷന്റെ മുമ്പുണ്ടാക്കിയിട്ട് പറഞ്ഞു. അതിന് മുമ്പ് പറയാം, ഈ ഉത്തരവാദിത്തങ്ങളും ഈ 7ാം പട്ടികയിൽ കൊടുത്തിരുന്നു. അപ്പൊ ഏതാണ്ട് 25 വർഷം കഴിഞ്ഞപ്പോൾ പരിശോധിച്ചപ്പോ വരുമാനവും ചെലവും തമ്മിലുള്ള ചില താരതമ്യങ്ങൾ നോക്കിയപ്പോൾ മൊത്തം വരുമാനത്തിന്റെ, രാജ്യത്തിന്റെ മൊത്തം നികുതി വരുമാനത്തിന്റെ 62% യൂണിയൻ ഗവൺമെന്റിലും 38% സംസ്ഥാന ഗവൺമെന്റിലും ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഒബ്ലിഗേഷൻസ് നോക്കുമ്പോൾ, മൊത്തം ചെലവ് നോക്കുമ്പോൾ ഇത് തിരിച്ചിട്ട പോലാകുന്നു. 62% ചിലവ് സംസ്ഥാനങ്ങൾക്കും 38% ചിലവ് കേന്ദ്ര ഗവൺമെന്റ്. വരവ് 62%, ചെലവ് 38. സംസ്ഥാനങ്ങൾക്ക് വരവ് 38, ചെലവ് 62. ഇങ്ങനെ ഇത് വളരെ നേരത്തെ തന്നെ തീരുമാനിച്ചതുകൊണ്ട് ഭരണഘടന നിർമ്മിക്കുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് ഫൈനാൻസ് കമ്മീഷന്റെ പ്രൊവിഷൻ വെച്ചു. എല്ലാ 5 വർഷം കൂടുമ്പോഴും പ്രസിഡന്റ് ഒരു ഫൈനാൻസ് കമ്മീഷനെ നിശ്ചയിക്കും. എന്താ അവരുടെ പണി? അവരുടെ പണി എന്ന് പറയുന്നത് 2 തരം ഇംബാലൻസസ്, വെർട്ടിക്കൽ ഇംബാലൻസും ഹൊറിസോണ്ടൽ ഇംബാലൻസും. അതായത് കേന്ദ്രവും അല്ലെങ്കിൽ യൂണിയനും സംസ്ഥാനങ്ങളും തമ്മിലുള്ള അസമത്വത്തെ, സാമ്പത്തിക അസമത്വത്തെ പരിഹരിക്കാം.
രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള സമത്വത്തെ, ഇപ്പോൾ മഹാരാഷ്ട്രയും കേരളവും മണിപ്പൂരും ഹിമാചൽ പ്രദേശും ഒക്കെ തമ്മിൽ ഉള്ള അസമത്വങ്ങൾ ഇതിനെ പരിഹരിക്കണം. ഇതിനാവശ്യമായിട്ട് കേന്ദ്രത്തിന്റെ നികുതി വരുമാനത്തിൽ നിന്ന് ഒരു നിശ്ചിത തുക എല്ലാ 5 വർഷങ്ങൾ കൂടുമ്പോഴും ചില പ്രത്യേക മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് നൽകുക. അങ്ങനെ ഒരു ഗ്യാപ് ഫില്ലിംഗ് മെക്കാനിസം ഉണ്ടാക്കുക. ഇതായിരുന്നു ഫൈനാൻസ് കമ്മീഷൻ വന്നപ്പോൾ ഉണ്ടായിരുന്നു. പക്ഷെ ഫൈനാൻസ് കമ്മീഷൻ വന്നപ്പോ ഭരണഘടനയിൽ പറഞ്ഞൊരു കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് പേഴ്സണൽ ഇൻകം ടാക്സ് കമ്പൽസറി ഡിവിസിബിളും എക്സൈസ് ഡ്യൂട്ടി ഓപ്ഷണലി ഡിവിസിബിളും ആക്കിയാണ് ഭരണഘടന വന്നത്. ഫൈനാൻസ് കമ്മീഷന് ഭാഗം വെച്ചു കൊടുക്കാൻ ഒറ്റ നികുതിയേ ഉള്ളൂ, അത് പേഴ്സണൽ ഇൻകം ടാക്സ്. എക്സൈസ് ഡ്യൂട്ടി കൊടുക്കണമെന്നില്ല, വേണമെങ്കിൽ കൊടുക്കാം. പക്ഷേ 10ാം ധനകാര്യ കമ്മീഷൻ വരെ ഈ 2 നികുതികളും അടങ്ങുന്ന ഭാഗം കൊടുത്തോണ്ടേയിരുന്നു. അങ്ങനെ ഏതാണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ വരുമാനത്തിന്റെ ഏതാണ്ട് 20 മുതൽ 26% വരെ വിഭജിച്ച് നൽകിയിരുന്നു. എന്നാൽ ഇതുകൊണ്ടൊന്നും പ്രശ്നങ്ങൾ അവസാനിച്ചില്ല. എന്നാലും അത് തുടർന്നു പോയിരുന്നു. അപ്പോൾ ബഹളങ്ങൾ ഉണ്ടായപ്പോൾ 2000 ആണ്ടിൽ അല്ല 1980 80ാം ഭരണഘടനാ ഭേദഗതി 2000 80ാം ഭരണഘടനാ ഭേദഗതിയിൽ കൂടി ഈ സിസ്റ്റം മൊത്തം മാറ്റുകയും കേന്ദ്രത്തിന്റെ മുഴുവൻ നികുതികളും ഒരു ഡിവിസിബിൾ പൂൾ ആക്കണം, വിഭജിക്കാവുന്ന, കേന്ദ്രവും യൂണിയനും സംസ്ഥാനങ്ങളും തമ്മിൽ വിഭജിക്കാവുന്ന ഒരു ഡിവിസിബിൾ പൂളിലേക്ക് കേന്ദ്രത്തിന്റെ മുഴുവൻ നികുതികളും കൊണ്ടുവരണമെന്ന് തീരുമാനിച്ചു. അതിന് 10ാം ധനകാര്യ കമ്മീഷൻ 11ാം ധനകാര്യ കമ്മീഷൻ റെക്കമെൻഡേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ 80ാം ഭരണഘടനാ ഭേദഗതിയിൽ കൂടി മുഴുവൻ നികുതികളും കൊണ്ടുവരാമെന്ന് തീരുമാനിച്ചു. സോ കേന്ദ്രത്തിന്റെ ഇലാസ്റ്റിസിറ്റിയും ബോയൻസിയും എല്ലാം ഷെയർ ചെയ്യാമെന്നുള്ള ധാരണയുണ്ട്. ഇതാണ് നികുതികളുടെ വിഭജനത്തെ സംബന്ധിച്ച് ഭരണഘടന. ഇത് കൂടാതെ പിന്നൊരു രീതിയിൽ സംസ്ഥാനങ്ങൾക്ക് പണം കിട്ടിയത് ഡിസ്ക്രിഷണറി ഗ്രാന്റ്സ് എന്നുള്ള തലക്കെട്ടിലാണ്. കേന്ദ്ര സർക്കാരിന് സംസ്ഥാനങ്ങൾക്ക് ഗ്രാന്റായി നൽകാം. അത് പക്ഷെ പണമായിട്ടല്ല പലപ്പോഴും നൽകുക, മറിച്ച് സെൻട്രലി സ്പോൺസേഡ് സ്കീംസ് അല്ലെങ്കിൽ സെൻട്രലി ഫണ്ടഡ് സ്കീംസ് ആയിട്ടാണ് വന്നത്. ഇതിന്റെ ഒത്തിരി വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഇതിന് ചില പാകപ്പിഴകളുണ്ട്. ഒന്നാമത്തെ പാകപ്പിഴ, പല സംസ്ഥാനങ്ങൾക്കും അതിനർഹമായ യോജിക്കുന്ന പദ്ധതികളായിരുന്നില്ല ഈ സെൻട്രലി സ്പോൺസേഡ് സ്കീംസ്. ഞാൻ മോഡറേറ്റ് ആയിട്ടുള്ള രാജഗോപാൽ സാറിനോട് പലപ്പോഴും സംസാരിക്കുമ്പോൾ അദ്ദേഹം എടുത്തെടുത്ത് പറയുന്ന ഒരു വല്ലാത്തതുകൊണ്ട് നമ്മുടെ പമ്പ ഇറിഗേഷൻ പദ്ധതി, പഞ്ചാബിൽ ഇറിഗേഷൻ പദ്ധതി നടപ്പിലാക്കിയത് ചുവട് പിടിച്ച് കേരളത്തിൽ ഒരു ഇറിഗേഷൻ പദ്ധതി ഉണ്ടെന്ന് ഉണ്ടാകുന്ന നെൽകൃഷിയുടെ വെള്ളത്തിലായി എന്ന് പറയാറുണ്ട്. ഇത് പമ്പ ഇറിഗേഷൻ അതിന് ഒട്ടനവധി പദ്ധതികൾ അങ്ങനെ വന്നു കേരളത്തിൽ. ഓരോ സംസ്ഥാനത്തിനും അതാത് സംസ്ഥാനത്തിന്റെ ഭൂപ്രകൃതിക്കും ആവശ്യകതയ്ക്കും അനുസൃതമായ പദ്ധതികളല്ല, ഡൽഹിയിലെ ചില ആശാന്മാരിൽ നിന്ന് ഉണ്ടാക്കുന്ന പദ്ധതികൾ തട്ടിക്കൂട്ടി എല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുക്കുകയാണ്. ഇതിനൊരു പ്രശ്നങ്ങളുണ്ട്. അത് മോശമാണെന്ന് മാത്രമല്ല, ഇതിന് മാച്ചിങ് ഫണ്ട് സംസ്ഥാനങ്ങൾ കൊടുക്കണം. ഇപ്പൊ 100 രൂപ ചെലവഴിക്കുന്ന ഒരു പദ്ധതിയാണെങ്കിൽ ആദ്യം 10 രൂപ സംസ്ഥാനം കൊടുത്തെങ്കിൽ ബാക്കി 90 രൂപ കിട്ടുകയുള്ളൂ. ഇന്നിപ്പോ അതിന്റെ അവസ്ഥ 40% അല്ലെങ്കിൽ 50% സംസ്ഥാനങ്ങൾ മാച്ചിങ് ഫണ്ട് കൊടുത്താൽ മാത്രമേ കേന്ദ്രത്തിൽ നിന്ന് സെൻട്രലി സ്പോൺസർഡ് സ്കീംസ് ഓരോ സംസ്ഥാനത്തും വരികയുള്ളൂ എന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുക. അപ്പൊ ഈ ഗ്രാന്റുകൾ വന്നപ്പോ അതും വലിയ തോതിലുള്ള ഡിസ്ക്രീഷൻ മാനദണ്ഡം, അതിന് കൃത്യമായ മാനദണ്ഡം എന്ന് പറയുന്നത് ഇതുവരെ നിയമപരമായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. അത് എക്സിക്യൂട്ടീവ് താല്പര്യം അനുസരിച്ച് രാഷ്ട്രീയ താല്പര്യങ്ങൾ നടപ്പിലാക്കുന്ന പദ്ധതിയായിട്ട് മാറി.
ഇതാണ് രണ്ടാമത്തെ. മൂന്നാമത്തേത് ലോണാണ്. 293 അനുച്ഛേദപ്രകാരമുള്ള ലോൺ. സംസ്ഥാനങ്ങൾക്ക് ലോൺ എടുക്കാം, മാർക്കറ്റിൽ നിന്ന് ഒക്കെ ലോൺ എടുക്കാവുന്ന ഒരു സമ്പ്രദായമായിരുന്നു തുടക്കത്തില്. ഇതിനെപ്പറ്റി പഠിക്കുമ്പോൾ വളരെ രസകരമായ 1950 മുതലുള്ള സംസ്ഥാന ഗവൺമെന്റുകളുടെ ലോണുകളെ പറ്റി പഠിച്ചാൽ നമ്മളെ ഞെട്ടിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഏറ്റവും കൂടുതൽ ലോൺ നമുക്ക് 1980 വരെ തന്നത് കേന്ദ്ര സർക്കാർ. കേന്ദ്ര സർക്കാർ ലോൺ, അതിന്റെ പലിശ നിരക്ക് 14% വരെയായിരുന്നു. 7% കേന്ദ്ര സർക്കാരിന് കിട്ടുന്ന ലോണിന് 12 മുതൽ 14% വരെ ലോൺ ഇൻട്രസ്റ്റ് ചുമത്തിയിട്ടാണ് സംസ്ഥാനങ്ങൾക്ക് നൽകിയിരുന്നത്. 3, ചില വർഷങ്ങളിൽ നമുക്കവർ ലോൺ എന്ന് പറഞ്ഞ് തരുന്ന തുകയേക്കാളും അധികം നമ്മൾ മുൻകാലത്തെ ലോണിന്റെ തിരിച്ചടിവുണ്ടായിരുന്നു. അതായത് അക്കൗണ്ടിങ്ങിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് മാത്രം. അത് 1000 കോടി നമുക്ക് തന്നു, 1200 കോടി അങ്ങോട്ട് അടച്ചു. അപ്പം അക്കൗണ്ടിങ്ങിൽ വെച്ചിട്ട് 200 കോടി അടച്ചാൽ മാത്രം അപ്പൊ 1000 കോടി നമുക്ക് തന്നതായിട്ട് കണക്കുമായി അടുത്ത വർഷം കിട്ടും. ഞാൻ എന്റെ PhD തീസിസിൽ ഒരു 4 വർഷത്തെ അങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഈ 4 വർഷം സംസ്ഥാന സർക്കാരിന് ഒരു പൈസ പോലും കിട്ടിയിട്ടില്ല, മറിച്ച് മുൻകാല കടങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ തിരിച്ചടവ് ചെയ്യുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഒരു ബുക്ക് അഡ്ജസ്റ്റ്മെന്റ് മാത്രമായിരുന്നു, പക്ഷെ കണക്കിൽ 1000 കോടി കിട്ടിയതായി പോകും. അപ്പൊ ഈ ലോണിന്റെ അവസ്ഥ ഏതാ? അതിന് കാരണമാണ്, അതിലേക്ക് നമുക്ക് വരാം. 4, ഫൈനാൻസ് കമ്മീഷന് കൊടുത്ത ഉത്തരവാദിത്വം പദ്ധതിയേതര ചെലവുകൾക്കുള്ള പൈസ നൽകി. പദ്ധതി ചെലവുകൾ മുഴുവൻ നടപ്പിലാക്കാൻ ഒരു സ്ഥാപനം ഉണ്ടായി. 1950 ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യക്കൊരു പ്ലാനിംഗ് കമ്മീഷൻ. പ്ലാനിംഗ് കമ്മീഷൻ ഭരണഘടനാ സ്ഥാപനമേ അല്ല, അതിനൊരു നിയമവുമില്ല. പാർലമെന്റ് പാസാക്കി ഏതാണ്ട് 62% കേന്ദ്ര സർക്കാരിന്റെ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളിൽ വന്ന കേന്ദ്ര സർക്കാരിന്റെ തുക നിശ്ചയിച്ച നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ അല്ലെങ്കിൽ ആസൂത്രണ കമ്മീഷൻ ഉണ്ടാക്കിയത് ഒരു സിംഗിൾ ഗവൺമെന്റ് ഓർഡർ പ്രകാരമായിരുന്നു. അതിന് നിയമപരമായ പിൻബലമുണ്ട്. ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ പ്രകാരമാണ് പ്ലാനിംഗ് കമ്മീഷൻ വന്നത്. അതുകൊണ്ട് തന്നെ 2015 അതിനെ പിരിച്ചുവിടാൻ പ്രൊസക്ടർ അല്ല പ്രൈം മിനിസ്റ്റർ വലിയ ബുദ്ധിമുട്ടൊന്നുണ്ടല്ലോ, ആരും പിൻവലിച്ചാൽ മതിയാണ്. അങ്ങനെ ചെയ്തത്. പ്ലാനിംഗ് കമ്മീഷൻ പിരിച്ചുവിട്ട് നീതി ആയോഗിനെ ആ സ്ഥലത്ത് പ്രതിഷ്ഠിക്കാൻ വേറൊരു ഗവൺമെന്റ് ഉത്തരവിറക്കിയതേ ഉള്ളൂ. ഒരു ഫൈനാൻസ് കമ്മീഷൻ, എക്കണോമിക് ആൻഡ് പ്ലാനിംഗിന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഉത്തരവ് മതിയാണ്. അപ്പൊ ഈ പ്ലാനിംഗ് കമ്മീഷൻ ഏറ്റവും കൂടുതൽ തുക സംസ്ഥാനങ്ങൾക്ക്, ചില വർഷങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ഫൈനാൻസ് കമ്മീഷൻ സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന തുകയേക്കാളും വളരെ കൂടുതൽ തുകയായിരുന്നു പ്ലാനിംഗ് കമ്മീഷൻ നൽകിയത്. ഈ മൗലികമായ ബലഹീനതകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇന്ത്യയുടെ ഫെഡറലിസം മുന്നോട്ട് തുടർന്നു. 1980 മധ്യമായപ്പോൾ ലോകമെമ്പാടും ചില രാഷ്ട്രീയ വെല്ലുവിളികൾ ഉയർന്നു വരികയുണ്ടായി. നിയോ ലിബറലിസത്തിന്റെ വലിയ പ്രചരണം ലോകമെമ്പാടും നടന്നു. ഇന്ത്യയിൽ 1984 ഒക്ടോബർ മാസം 31 തീയതി അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഗാന്ധി സ്വന്തം അംഗരക്ഷകരാൽ വെടിയേറ്റ് മരിച്ചതിന് ശേഷം അധികാരത്തിൽ വന്ന മാഡം ഗാന്ധിയുടെ മകൻ അദ്ദേഹം പുതിയൊരു
രാഷ്ട്രീയ സംസ്കാരത്തിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യകതയെപ്പറ്റി പറയുകയുണ്ടായി. അത് നിയോ ലിബറലിസം ആയിരുന്നു. പൊതുമേഖലാ കേന്ദ്രീകൃതമായ ആസൂത്രണ സമ്പദ് വ്യവസ്ഥ ഇന്ത്യൻ രാഷ്ട്രീയ അല്ലെങ്കിൽ ഇന്ത്യൻ പൊളിറ്റിക്ക് അനുയോജ്യമല്ല എന്ന് പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ വഴിമാറി സഞ്ചരിക്കാൻ അദ്ദേഹം തയ്യാറാവുകയും ചെയ്തു. നമ്മളൊക്കെ സാധാരണഗതിയിൽ ഇന്ത്യയിൽ നിയോ ലിബറലിസം കൊണ്ടുവന്നതിന്റെ പാപഭാരം മൻമോഹൻ സിംഗിന്റെയും നരസിംഹറാവുവിന്റെയും തലയിൽ കെട്ടിവെക്കാറ്. യഥാർത്ഥത്തിൽ തുടക്കമിട്ടത് അവരല്ല. തുടക്കമിട്ടത് ശ്രീമാൻ രാജീവ് ഗാന്ധിയാണ്. അദ്ദേഹത്തിന്റെ ഒന്നാം ബജറ്റ് അദ്ദേഹം പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോ വാഷിംഗ്ടൺ പോസ്റ്റിന്റെ തലക്കെട്ട് രാജീവ് റീഗൻ എന്നായി. രാജീവ് റീഗൻ, റൊണാൾഡ് റീഗൻ, അമേരിക്കൻ പ്രസിഡന്റ്, അമേരിക്കൻ നിയോ ലിബറലിസത്തിന്റെ ആശാനായ റൊണാൾഡ് റീഗൻ പറഞ്ഞത് വാഷിംഗ്ടൺ പോസ്റ്റിന്റെ തലക്കെട്ടിലായി രാജീവ് റീഗൻ. അപ്പം നിയോ ലിബറലിസം നടപ്പിലാക്കുന്ന ഒരു പ്രക്രിയ ആരംഭിച്ചു. അവിടെ സംഭവിച്ച ഒരു പ്രധാനപ്പെട്ട കാരണം ഒരു സംഭവം ഡീറെഗുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് എന്ന പ്രക്രിയയുണ്ട്. അതുപോലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കുകളുടെ പലിശ നിരക്കിന്റെ മേലെ കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. സ്വതന്ത്ര മറ്റുള്ള സ്ഥാപനങ്ങൾക്ക്, കോർപ്പറേറ്റീവുകൾക്കോ അല്ലെങ്കിൽ ഗവൺമെന്റുകൾക്കോ ചെറിയ വേരിയേഷൻ മാത്രമേ ഏർപ്പെടുത്താൻ പറ്റുകയുള്ളൂ. എന്നാൽ 1985 ശേഷം ഉണ്ടായ ഒരു പ്രധാന മാറ്റം ഡീറെഗുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ആണ്. വലിയ തോതിൽ ഇൻട്രസ്റ്റ് കുടിക്കാൻ പറ്റും. അന്ന് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, 90കളുടെ ആരംഭത്തിൽ പോസ്റ്റ് ഓഫീസുകളിലെ മന്ത്ലി ഇൻട്രസ്റ്റ് സ്കീമുകളുടെ പലിശ നിരക്ക് 14 മറ്റു പല സ്ഥലങ്ങളിലും ഇതേ രീതിയിലുള്ള പലിശ നിരക്ക് വർദ്ധിച്ചു വന്നു. ഇത് വ്യക്തികളുടെ സമ്പാദ്യത്തിൽ മാത്രമല്ല വ്യത്യാസം ഉണ്ടാക്കിയത്, മറിച്ച് സംസ്ഥാന സർക്കാരുകൾ കേന്ദ്രത്തിൽ നിന്ന് എടുത്ത ലോണുകളുടെ ഇൻട്രസ്റ്റും ഇതേ രീതിയിൽ വർദ്ധിച്ചു. ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. നമ്മുടെ ലോൺ തിരിച്ചടവിനെ സംബന്ധിച്ചുണ്ടായ ഏറ്റവും വലിയ പ്രതിസന്ധി ഈ രീതിയിൽ പെട്ടെന്ന് ഉയർന്നു കൂടിയ നികുതി നിരക്കുകളായി. അതുകൊണ്ട് രക്ഷപ്പെട്ടില്ല. ഞാനീ പറയുമ്പോ സംസ്ഥാനങ്ങൾ മാത്രം വലിയ കൂട്ടക്കുഴപ്പത്തിലും യൂണിയൻ സർക്കാർ വളരെ സുഖകരമാണെന്നുള്ള തെറ്റിദ്ധാരണയൊന്നും വേണ്ട. യൂണിയൻ ഗവൺമെന്റും ഇതേ പ്രശ്നം നേരിടുന്നുണ്ട്. പക്ഷെ അത് ഒരു ഫെഡറൽ പ്രോബ്ലം കൊണ്ടല്ല, മറിച്ച് കേന്ദ്ര സർക്കാർ 1950 മുതൽ പിന്തുടർന്നു വന്ന സാമ്പത്തിക ആസൂത്രണ നയങ്ങളുടെ മൗലികമായ പോരായ്മകൾ കൊണ്ടായിരിക്കും. അതില് എഴുതിയിൽ നിന്ന് വളതട്ടിയിലേക്ക് എന്ന് പറയുന്നത് പോലെ 90കൾ വരെ ഉണ്ടായിരുന്ന ബലഹീനതകളെ മറികടക്കാൻ സ്വതന്ത്രമായിട്ട് എല്ലാം കമ്പോളത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് വിപണി കേന്ദ്രീകൃതമായ ഒരു സമ്പദ് വ്യവസ്ഥയിലേക്ക് പോയപ്പോൾ പ്രശ്നങ്ങൾ കൂടുതൽ ഗുരുതരമാവുകയും പ്രതിസന്ധികൾ നേരിടാനുള്ള പൂർണ്ണമായ ഉത്തരവാദിത്വം നാട്ടിലെ സാധാരണ നികുതിദായകർക്കാവുകയും ചെയ്യും. ഇതാണ് എന്റെ വൈവിധ്യം. അങ്ങനെ 90കളിൽ പ്രശ്നം വളരെ ഗുരുതരമായപ്പോൾ നമ്മുടെ അടവിശിഷ്ട കമ്പനി ബാലൻസ് ഓഫ് പേയ്മെന്റ് വലിയ ക്രൈസിസിന് വിധേയമാവുകയും ഒരു 2 ആഴ്ചത്തേക്ക് പോലുമുള്ള ചരക്കുകൾ ഇറക്കുമതി ചെയ്യാനുള്ള വിദേശ നാണയം സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റിന്റെ കൈവശം ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന വലിയ പ്രതിസന്ധി നേരിടുകയും അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമാൻ ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ വലിയ സ്വർണം വിദേശത്ത് കൊണ്ട് പണയം വെച്ചതൊക്കെ എനിക്ക് തോന്നുന്നത് ഇവിടെ ഇരിക്കുന്ന പലരുടെയും ഓർമ്മയിൽ തിളങ്ങിയിരിക്കുന്നുണ്ട്. അത്ര വലിയ പ്രശ്നങ്ങള് ഉണ്ടായി. ഈ രീതിയിൽ ഇനി മുന്നോട്ട് പോകണ്ട, നമുക്ക് ഇതിനെ മുഴുവൻ സ്വതന്ത്രമാക്കിയേക്കാം എന്ന് പറഞ്ഞ് കേന്ദ്ര സർക്കാർ അതിന്റെ സാമ്പത്തിക നയങ്ങളിൽ മാറ്റം വരുത്തി.
എന്നാൽ സംസ്ഥാനങ്ങൾക്ക് ആ രീതിയിൽ മാറ്റം വരുത്താൻ പറ്റുന്നില്ല. അങ്ങനെ വരുത്തണമെന്നുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത്. അതിന്റെ കടവുകൾ, അതിന്റെ ബാധ്യതകൾ, ഇതെല്ലാം വലിയ തോതിൽ പ്രശ്നങ്ങളാവുകയും 90-കൾ ശേഷം സംസ്ഥാനങ്ങൾ വലിയ തോതിൽ മുന്നോട്ട് പോവുകയും ചെയ്തപ്പോൾ 2000 ആണ്ടുകളെ കടിച്ചു പിടിച്ച് നീങ്ങി പലരും, കേന്ദ്രവും സംസ്ഥാനം. ആ സമയത്ത് കേന്ദ്ര ഗവൺമെന്റ് അല്ലെങ്കിൽ യൂണിയൻ ഗവൺമെന്റ് സ്വീകരിച്ച നയങ്ങളുടെ മുഖ്യമായ ഒരു ലക്ഷ്യം കഴിയുന്നത്ര വിദേശ മൂലധനത്തെ ഈ രാജ്യത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. ടു അട്രാക്ട് ദ ഫോറിൻ ക്യാപിറ്റൽ. അത് വ്യവസായ മൂലധനം തന്നെ ആകണമെന്ന് യാതൊരു നിർബന്ധം ഉണ്ടായിരുന്നില്ല. അത് ഫൈനാൻസ് ക്യാപിറ്റൽ ആയാലും മതി എന്നുള്ളതായിരുന്നു. നമ്മുടെ വ്യവസായത്തെ വർദ്ധിപ്പിക്കുക എന്നുള്ളത്, രൂപ കച്ചവടത്തിന് വരുന്ന തുകയായാലും മതി, ഫൈനാൻസ് ക്യാപിറ്റൽ വന്നാണ്. അങ്ങനെ ഫൈനാൻസ് ക്യാപിറ്റലിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരണം, അല്ലെങ്കിൽ ഫോറിൻ ക്യാപിറ്റലിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരണം. മറുവശത്ത് ഇന്ത്യ വലിയ ഗുരുതരമായ പ്രതിസന്ധി നേരിടുന്നു. ആ സമയത്ത് നമ്മുടെ രക്ഷകരായിട്ടുള്ള വേൾഡ് ബാങ്കും IMF-ഉം ഡങ്കനും ഗാട്ടും ഒക്കെ വന്നു. നമ്മളെ കൈകൊണ്ടിരിക്കുന്ന പല ആൾക്കാരും കാണും ഗാട്ടിനും ഡങ്കനും എതിരെ മുദ്രാവാക്യം വിളിച്ചിട്ടൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ അവർ വന്നു, അവരത് കാര്യം മുന്നോട്ട് വെച്ചു. നിങ്ങൾ ചോദിക്കുന്ന പണം ഞങ്ങൾ തരാം, പക്ഷേ ഞങ്ങൾ പറയുന്ന ചില കണ്ടീഷൻസ് നിങ്ങൾ അംഗീകരിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടീഷനാണ് അവർ മുന്നോട്ട് വെച്ചത്, നിങ്ങളുടെ തൊഴിൽ നിയമങ്ങളും നികുതി നിയമങ്ങളും മാറ്റിമറിക്കണം. യുവർ ലേബർ കോഡ്സ് ആൻഡ് യുവർ ഫിസ്ക്കൽ സ്റ്റാറ്റ്യൂട്ട്സ്, ഇത് രണ്ടും തിരുത്തി എഴുതാതെ ഞങ്ങൾ നിങ്ങളെ സഹായിക്കില്ല. നമ്മുടെ ഈ ലേബർ കോഡ് വന്നതും വാറ്റ് വന്നതും GST വന്നതും ഒന്നും ഇവിടുത്തെ ഒരു ഇന്റലിജൻസ് കൊണ്ടൊന്നും അല്ല. ഇവിടുത്തെ നമ്മുടെ സ്വതന്ത്ര ബുദ്ധിയിൽ വിധിച്ചൊന്നുമല്ല. ഇത് കർശനമായിട്ട് സായിപ്പ് നിർദ്ദേശിച്ചതാ. ചേഞ്ച് യുവർ ഫിസ്ക്കൽ സ്റ്റാറ്റ്യൂട്ട്സ്, ചേഞ്ച് യുവർ ലേബർ കോഡ്. നമ്മൾ ചെയ്തു. അതോടൊപ്പം തന്നെ അവർ പറഞ്ഞു, നിങ്ങളുടെ ഗവൺമെന്റിന്റെ അകത്ത് സംസ്ഥാന ഗവൺമെന്റുകൾക്കും കേന്ദ്ര ഗവൺമെന്റിനും ഒക്കെ വലിയ ബലഹീനതകളുണ്ട്. നിങ്ങൾ ഈ സംസ്ഥാന ഗവൺമെന്റുകൾക്കുള്ള വലിയ ബലഹീനത വന്നപ്പോൾ അവിടേക്ക് നിങ്ങൾ വലിയ തോതിൽ സാമ്പത്തിക സഹായം ചെയ്യുന്നത് നിങ്ങളുടെ എക്സ്ചക്കറിൽ നിന്നാണ് പോകുന്നത്. അതുകൊണ്ട് കർശനമായ ഫിസ്ക്കൽ കൺസോളിഡേഷൻ, സാമ്പത്തിക ദൃഢീകരണം, അല്ലെങ്കിൽ ഫിസ്ക്കൽ കൺസർവേറ്റിസം എന്ന് നമ്മൾ കളിയാക്കി പറയുന്ന ഇതിലേക്ക് നിങ്ങൾ പോകണം, അല്ലാതെ മുന്നോട്ട് പോകാനാവില്ല. കൃത്യമായ നിർദ്ദേശമായിരുന്നു. അങ്ങനെയാണ് 2003 ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെന്റ് ആക്ട് നമ്മൾ പാസ്സാക്കി. ആ ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെന്റ് ആക്ട് പ്രകാരം ഒരു സംസ്ഥാനത്തിന്റെ റവന്യൂ ഡെഫിസിറ്റ് 0-യും ഫിസ്ക്കൽ ഡെഫിസിറ്റ് 3% കുറയ്ക്കണം. ഇതായിരുന്നു നിർദ്ദേശം. രണ്ടാമത്തെ വേറെ നിർദ്ദേശം വരികയാണോ അവർ പറയാം. FRBM ആക്ട് പാസ്സാക്കി. അപ്പൊ എന്താണ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് 3% നിശ്ചയിച്ചതെന്ന് ചോദിച്ചാൽ അതിന് പ്രത്യേകിച്ച് കാരണമുണ്ട്. എന്തുകൊണ്ട് 2 എന്ന് ചിലർ ചോദിച്ചു. അശോക് മിത്രയെ പോലുള്ള ചില ആൾക്കാരെ ചോദിച്ചു എന്തുകൊണ്ട് ഇതിന് 4 3 റാഷണൽ എന്താന്ന് ചോദിച്ചപ്പോൾ അതിന് റാഷണൽ ഒന്നുമില്ല, ഞങ്ങൾ 3 നിശ്ചയിച്ചു എന്ന് പറഞ്ഞു. സത്യസന്ധമായിട്ട് അങ്ങനെ അവർ പറഞ്ഞത്. We have no rationale to tell you. We have decided. That's all. അങ്ങനെ 3% FRBM ആക്ട് വന്നു. പക്ഷെ അപ്പോഴും എന്ത് സംഭവിച്ചു? ഈ റവന്യൂ ഡെഫിസിറ്റ് 0 ആക്കണമെന്നുണ്ടെങ്കിൽ ഒരു സംസ്ഥാനത്തിന്റെ ക്യാപിറ്റൽ ഔട്ട്ലേയിൽ നമ്മൾ വെക്കുന്ന പണം കൂടി റവന്യൂയിൽ കൊണ്ടുവരണം. അതിനുള്ള ബജറ്റ് നിർമ്മാണത്തെ പറ്റി അറിയാവുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ നിങ്ങളിൽ 100 രൂപയുണ്ട്, ഒരു വർഷം നിങ്ങളുടെ വരുമാനം 100 രൂപയാണ്. അതില്
നിങ്ങൾക്ക് ശമ്പളം, പെൻഷൻ, നിങ്ങളുടെ ഡെറ്റ് സർവീസിങ്, ഇത് മൂന്ന് ഒഴിവാക്കാൻ പറ്റില്ല. ഇത് കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ. ജീവനക്കാരുമായിട്ടും പെൻഷൻകാരുമായിട്ടും കടം തന്നവനുമായിട്ടും ഉള്ള കരാറാണ്. അതിനെ പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ നമുക്ക് പാലം പണിയണം, റോഡ് പണിയണം, മറ്റുള്ള സാമൂഹിക സുരക്ഷയ്ക്ക് പണം കണ്ടെത്തണം. അപ്പൊ ഈ 100 രൂപയാണ് ഇതിനെല്ലാം കൂടെ നമ്മുടെ കൈവശം കിട്ടിയെന്നത്. നികുതിയുടെ വരുമാനങ്ങൾ, കേന്ദ്ര ഗവൺമെന്റ് കിട്ടിയ എല്ലാം കൂടെ 100 രൂപയാണ്. അപ്പൊ നമ്മൾ ഇതിനെ ഒരു കുറച്ച് ബുദ്ധിപരമായി ഇതിനെ വിഭജിക്കും. റവന്യൂ നമ്മൾ ഒരു 40 രൂപ വെച്ചു, അല്ലെ 60 രൂപ വെച്ചു. ക്യാപിറ്റൽ ഔട്ട്ലേയിലേക്ക് നമ്മൾ 40 രൂപ വെച്ചു. അപ്പൊ അവിടെ യഥാർത്ഥത്തിൽ വേണ്ടത്, റവന്യൂ വേണ്ടത് 75 രൂപയാണ്. അപ്പൊ 15 രൂപ റവന്യൂ ഡെഫിസിറ്റ്. ഇപ്പുറത്ത് നമ്മൾ 40 രൂപ വെച്ചു. അവിടെ ശരിക്കും പറഞ്ഞാൽ വേണ്ടത് 75 രൂപ, 30 രൂപ ക്യാപിറ്റൽ ഡെഫിസിറ്റ് അല്ലെങ്കിൽ ഫിസ്ക്കൽ ഡെഫിസിറ്റ്. അപ്പൊ അത്രയും തുക കടം മേടിക്കണം. കടം മേടിക്കാൻ മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ റവന്യൂ ഡെഫിസിറ്റിൽ 15 രൂപയും മറ്റേടത്ത് 30 രൂപയും വെച്ചിട്ട് നമ്മൾ കടം വാങ്ങി. ആ കടം വാങ്ങുമ്പോ എന്നിട്ട് നമ്മൾ കാര്യങ്ങൾ നടത്തും. അപ്പൊ ഈ ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെന്റ് ആക്ട് വന്നപ്പോ എന്ത് സംഭവിച്ചു? അവർ പറഞ്ഞു റവന്യൂ ഡെഫിസിറ്റ് 0 ആയിരിക്കണം. ശരി, അപ്പൊ 100 രൂപ ഉണ്ടായിരുന്നിടത്ത് ഈ 60 രൂപ ഇവിടേക്ക് വെച്ചു. അപ്പൊ പിന്നെ ബാക്കി എത്ര? 40 രൂപയുള്ളൂ. അപ്പൊ 40 രൂപ ഓരോ നമ്മുടെ ക്യാപിറ്റൽ ഔട്ട്ലേക്ക്. അപ്പം വീണ്ടും കൂടുതൽ കടമെടുത്തിട്ട് നമ്മൾ ഇവിടേക്ക് വന്നു. അപ്പം കടം എടുക്കാതിരിക്കുക എന്നുള്ള രീതിയിൽ വന്നു. പല സംസ്ഥാനങ്ങളിലും വികസന പ്രക്രിയകൾ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് സ്റ്റോപ്പ് ചെയ്തു 2003 ശേഷം. കാരണം നിങ്ങളുടെ റവന്യൂ ഡെഫിസിറ്റ് 0 ആക്കണം. അത് കൂടാതെ ഒരു കാര്യം കൂടി 2004 കഴിഞ്ഞപ്പോ പറഞ്ഞു, നിങ്ങളുടെ പൊതുകടം നിങ്ങളുടെ വരുമാനത്തിന്റെ 25% കുറയ്ക്കണം. ഈ പൊതുകടം ഫിസ്ക്കൽ ഡെഫിസിറ്റ് ധനക്കമ്മി എന്ന് പറയുന്നത് 1 വർഷത്തേക്കാണ്. ധനക്കമ്മി 1 വർഷത്തേക്ക്, നിങ്ങളുടെ മൊത്തം വരുമാനവും മൊത്തം ചെലവും തമ്മിലുള്ള വ്യത്യാസം 1 വർഷത്തേക്കുള്ള ഫിസ്ക്കൽ ഡെഫിസിറ്റാണ്. ആ 1 വർഷത്തേക്ക് നിങ്ങൾ എടുത്ത കടം ആ വർഷം തന്നെ അടച്ചു തീർക്കാൻ പറ്റില്ല. അതിന് പിന്നെ അങ്ങോട്ട് പോകും. അപ്പൊ ക്യാരി ഫോർവേഡ് ചെയ്യും. അപ്പൊ അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുമ്പോൾ ആ വർഷം നമ്മൾ 25 രൂപ നമ്മൾ കടമെടുത്തത് മറ്റു മുൻകാലങ്ങളിൽ വന്ന 15 രൂപയും കൂടെ ചേർത്ത് വരുമ്പോൾ അതൊരു പൊതു കടമാണ്. അപ്പൊ ക്യാരി ഫോർവേഡ് ചെയ്ത് വരുന്ന കടത്തെയാണ് നമ്മൾ പൊതുകടം എന്ന് പറയുന്നത്, ടോട്ടൽ ലയബിലിറ്റി. അപ്പൊ ടോട്ടൽ ലയബിലിറ്റി നിങ്ങളുടെ 25%, നിങ്ങളുടെ GST 25% കൂടാൻ പാടില്ല. അല്ല, നിങ്ങളുടെ വരുമാനത്തിന്റെ റവന്യൂ വരുമാനത്തിന്റെ 25% കൂടാൻ പാടില്ല. ഇതും FRBM ആക്ടിൽ അടിച്ചേൽപ്പിച്ചു. ഇത് FRBM ആക്ടിൽ അടിച്ചേൽപ്പിച്ചു എന്ന് മാത്രമല്ല, ഫൈനാൻസ് കമ്മീഷൻ 13ാം ധനകാര്യ കമ്മീഷനും 14ാം ധനകാര്യ കമ്മീഷനും അവരുടെ പണം കേന്ദ്രത്തിന്റെ നികുതി സംസ്ഥാനങ്ങൾക്കായി വിഭജിക്കുന്നതിന് മുന്നോട്ട് വെച്ച ക്രൈറ്റീരിയകളിൽ ഒന്ന് നിങ്ങളുടെ പൊതുകടം 25% അല്ലെങ്കിൽ പണം തരില്ല എന്നുള്ളത്. എവിടെ എത്തിച്ചേർന്ന് നോക്കാം. സംസ്ഥാനങ്ങൾക്ക് കടം വാങ്ങാൻ പറ്റില്ല, ആവശ്യത്തിന് നികുതി കിട്ടുന്നില്ല, നോട്ടടിക്കാനുള്ള സമ്പ്രദായവും കേന്ദ്ര ഗവൺമെന്റ് ഗുണമാണ് നോട്ടടിക്കാൻ. ഇങ്ങനെ വളരെ ബുദ്ധിമുട്ടായി വീണ്ടും വലിയ കലാപം ഉണ്ടായപ്പോഴാണ് 2014 അന്നത്തെ ധനകാര്യ കമ്മീഷൻ പറഞ്ഞു, നിങ്ങളുടെ ഡിവിസിബിൾ പൂളിലുള്ള തുകയുടെ 42% സംസ്ഥാനങ്ങൾക്ക് കൊടുക്കും. 100 രൂപ ആയിട്ടുണ്ടെങ്കിൽ 42 രൂപ നിങ്ങൾ സംസ്ഥാനങ്ങൾക്ക് വിതരണം ചെയ്യാം. അത് ഏതൊക്കെ സംസ്ഥാനങ്ങൾക്ക് ബലഹീനമായത് അതൊക്കെ നിങ്ങൾ തീരുമാനിച്ചു കൊടുക്കും. അപ്പൊ കേന്ദ്ര ഗവൺമെന്റിന് മനസ്സിലായത് 42% കൊടുത്താൽ പ്രശ്നമാണ്. അതുവരെ ഏതാണ്ട് 28-29% കൊടുക്കുന്നുണ്ട്. അപ്പൊ അവിടെ ബുദ്ധിയുള്ള കുറെ മനുഷ്യരുണ്ട്, ബുദ്ധി. അപ്പൊ അവര് പറഞ്ഞ് ഡിവിസിബിൾ പൂളിന്റെ 42% ആണല്ലോ. അപ്പം ഡിവിസിബിൾ പൂളിന് പുറത്ത് വരുമാനം വർദ്ധിപ്പിക്കും. സംസ്ഥാനമായിട്ട് വിഭജിക്കുന്ന തുകയിലാണ് 42%.
അങ്ങനെ സെസ്സുകളും സർചാർജുകളും ഏർപ്പെട്ടത്. ഭരണഘടനാപരമായി സെസ്സും സർചാർജും രണ്ട് അഡീഷണൽ ഇൻകം ഒരു പ്രത്യേക കാലഘട്ടത്തിലേക്ക് പ്രത്യേക പർപ്പസിന് വേണ്ടി ഒക്കെ ഉപയോഗിക്കാം. ഇത് സംസ്ഥാനങ്ങളുമായി ഉപയോഗിക്കണം. ഇത് ഡിവിസിബിൾ പൂൾ അല്ല. ഇതിങ്ങനെ വർദ്ധിച്ചു വന്ന് ഇന്ന് കേന്ദ്ര നികുതിയുടെ മൊത്തം വരുമാനത്തിന്റെ 42% സെസ്സും സർക്കാരും. കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന തുക എന്ന് പറയുന്നത് യൂണിയൻ ഗവൺമെന്റിന്റെ മൊത്തം വരുമാനത്തിന്റെ 29% മാത്രം. ഈ അവസ്ഥയിൽ ചെന്നെത്തി നിൽക്കുകയാണ് സംസ്ഥാനങ്ങൾ. നമ്മൾ അവസാനം കണ്ടൊരു ഗവൺമെന്റ് മൊത്തമായിട്ട് ജനറൽ മന്ത്രി പോയിട്ട് സമരം ചെയ്യുന്നു, ബഹളം ഉണ്ടാക്കുന്നു. ഇതൊക്കെ സംഭവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതാണ് യഥാർത്ഥത്തിലുള്ള പ്രോബ്ലം. ഇത് മാത്രമല്ലാതെ ഈ പിന്തുടർന്നു വരുന്നതിനെ സംബന്ധിച്ച് 2022 നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ കോമ്പറ്റീറ്റീവ്നെസ് ആൻഡ് സോഷ്യൽ പ്രോഗ്രസ് ഇംപറേറ്റീവ് എന്ന് പറഞ്ഞ ഒരു ഗവൺമെന്റ് ഏജൻസി എക്കണോമിക് അഡ്വൈസറി കൗൺസിലിനും പ്രൈം മിനിസ്റ്റർ എക്കണോമിക് അഡ്വൈസറി കൗൺസിലിനും പഠനം നടത്തിയിട്ട് കൊടുക്കുകയുണ്ടായി. അത് പ്രകാരം ഏതാണ്ട് 89ഓളം ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള പഠനമാണ് നടത്തുന്നത്. അപ്പോ അതിൽ 6 തരത്തിൽ സംസ്ഥാനങ്ങളെ അവര് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്നാമത്തത് വെരി ഹൈ സോഷ്യൽ പ്രോഗ്രസ്, സാമൂഹ്യ വികസനം. ആ സംസ്ഥാനങ്ങളിൽ 8 എണ്ണമാണുള്ളത്. വെരി ഹൈ സോഷ്യൽ. ആ സംസ്ഥാനങ്ങൾ കേരളം, ഹിമാചൽ പ്രദേശ്, തമിഴ്നാട്, മിസോറാം, സിക്കിം, ഗോവ, ലക്ഷദ്വീപ്, കൊച്ചി. മൊത്തം ആളുതാമസമുള്ള 2 സംസ്ഥാനങ്ങളെ ഉണ്ട്, തമിഴ്നാടും കേരളം. മറ്റേതൊക്കെ മിസോറാം, സിക്കിം, ലക്ഷദ്വീപ്. രണ്ടാമത്തേത് ഹൈ സോഷ്യൽ പ്രോഗ്രസ്. അതില് പഞ്ചാബ്, നാഗാലാൻഡ്, ആൻഡമാൻ ആൻഡ് നിക്കോബാർ. അതിൻ്റെ അകത്ത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ പഞ്ചാബ്. 3 അപ്പർ മിഡിൽ സോഷ്യൽ പ്രോഗ്രസ്. ഉത്തരാഖണ്ഡ്, കർണാടക, അരുണാചൽ പ്രദേശ്, ഡൽഹി, മണിപ്പൂർ. 4 ലോവർ മിഡിൽ സോഷ്യൽ പ്രോഗ്രസ്. ഇപ്പോഴത്തേക്ക് നമ്മൾ താഴ്ന്നു കഴിഞ്ഞു. അതിൽ വരുന്ന ഏതൊക്കെയാ? ഹരിയാന, ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ്, വെസ്റ്റ് ബംഗാൾ, തെലങ്കാന, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, മേഘാലയ, ത്രിപുര, ഛത്തീസ്ഗഡ്. 10 സംസ്ഥാനം. ലോ സോഷ്യൽ പ്രോഗ്രസ് അതിലും താഴെ ഉത്തർപ്രദേശ്, ഒഡീഷ, മധ്യപ്രദേശ്. അതിലും താഴെ ഒരെണ്ണങ്ങളുണ്ട് വെരി ലോ സോഷ്യൽ പ്രോഗ്രസ്. ആസാം, ബീഹാർ, ജാർഖണ്ഡ്. ഇതെടുത്ത് പരിശോധിക്കുമ്പോ ഇന്ത്യൻ ജനതയുടെ ഏതാണ്ട് 60% മേലെ ആൾക്കാർ വസിക്കുന്ന ഭൂപ്രദേശങ്ങൾ അല്ലെ സംസ്ഥാനങ്ങൾ ഇപ്പോഴും ശരാശരി വികസനത്തിന് താഴെയാണെന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് കാണാം. ഇതാണ് നമ്മുടെ 75 വർഷത്തെ ഫിസ്ക്കൽ കട്ടീസത്തിൽ കൂടി നമ്മൾ നേടാൻ ആഗ്രഹിച്ച എക്കണോമിക് ജസ്റ്റിസിന്റെ കഥ. ആദ്യം തുടങ്ങിയവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ tries to secure justice, social, economic and political to all its citizens. യാഥാർത്ഥ്യം വേറെ എവിടെയാണ്. അവിടെയാണ് വേറെ പറഞ്ഞത്. Constitution is not what it says but what it practices. Thank you.